സാക്ഷി, ജീവിത വിജയത്തിന്റെ നേർസാക്ഷ്യം. ഞാൻ നടന്ന വഴികൾ. കുട്ടിക്കാലത്ത് നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മറ്റൊന്ന് നമ്മുടെ വിദ്യാലയമാണ്. അവിടുത്തെ അധ്യാപകർ, കൂട്ടുകാർ, അവിടുത്തെ ചുറ്റുപാടുകൾ, ഇതൊക്കെ നമ്മെ വല്ലാതെ സ്വാധീനിക്കും. ഞാൻ എന്നെ രൂപപ്പെടുത്തിയ ചില അധ്യാപികമാരെ ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാൾ വളപട്ടണം രാമവിലാസം LP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച കാർത്യായനി ടീച്ചറാണ്. കാർത്യായനി ടീച്ചർ ഇപ്പോഴും 2ാം ക്ലാസ്സിൽ തന്നെ എന്നൊരു ലേഖനം ഞാൻ അവരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിലും ഞാനത് പരാമർശിച്ചിട്ടുണ്ട്. രാമവിലാസത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ നോവൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നോവൽ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നോവലാണത്. പുളിമധുരം എന്നാണ് അതിൻ്റെ പേര്. ആ നോവൽ ഞാൻ സമർപ്പിച്ചത് തന്നെ രാമവിലാസം LP സ്കൂളിലെ എൻ്റെ സതീർത്ഥ്യർക്കും എൻ്റെ ഗുരുനാഥന്മാർക്കുമാണ്. ആ സ്കൂളിനോളം എന്നെ സ്വാധീനിച്ച മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ജീവിതത്തിൻ്റെ എല്ലാ ദാരിദ്ര്യങ്ങളും സങ്കടങ്ങളും ആഹ്ലാദങ്ങളും ഇത്രയേറെ അനുഭവിച്ചത് മറ്റെവിടുന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ആദ്യമായിട്ട് ഒരു കഥ പറയാൻ പഠിപ്പിക്കുന്നത് 2ാം ക്ലാസ്സിലെ കാർത്യായനി ടീച്ചറാണ്. സത്യത്തിൽ കാർത്യായനി ടീച്ചറെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നില്ല ഞാൻ, തൊട്ടടുത്ത 2ാം ക്ലാസ്സിലായിരുന്നു. അവിടെ നിന്ന് ടീച്ചർ എന്നെ വിളിക്കുകയും ടീച്ചറെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അക്കൊല്ലത്തെ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട്, സബ് ജില്ലാ കലോത്സവത്തിന് വേണ്ടി അവതരിപ്പിക്കാനായിട്ട് എന്നെ ഒരു കഥ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കഥ പറയേണ്ടത്, എല്ലാ ഭാവഹാവാദികളോടും കൂടി, എല്ലാ ചലനങ്ങളോടും കൂടിയിട്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കഥ പറയേണ്ടത് എന്നെന്നെ ആദ്യമായി പഠിപ്പിച്ചത് കാർത്യായനി ടീച്ചറാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതം സാക്ഷി. ഒരുപക്ഷെ എന്നിലെ കഥാകാരനെ ആദ്യം കണ്ടെത്തിയതും ടീച്ചറായിരിക്കും. അതുകൊണ്ടാണ് എത്രയോ ക്ലാസ്സുകൾ ഉണ്ടായിട്ടും അതിൽ നിന്ന് ആരെയും ക്ഷണിക്കാതെ എന്നെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് ഒരു കഥ പറയിപ്പിക്കാൻ ടീച്ചർക്ക് തോന്നുന്നത്. ഒരുപക്ഷെ കഥയ്ക്കുള്ള ആദ്യത്തെ സമ്മാനം എനിക്ക് ലഭിച്ചതും ടീച്ചർ പഠിപ്പിച്ചിരുന്ന കഥയ്ക്കാണ്. അപ്പോൾ തുടർച്ചയായിട്ട് 2-3 വർഷങ്ങളിൽ കഥാമത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തരികയുണ്ടായി. അതുകൊണ്ട് വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്ന ആദ്യത്തെ അധ്യാപിക, ആദ്യത്തെ ഗുരുനാഥ അത് കാർത്യായനി ടീച്ചറാണ്. മറ്റ് 2 അധ്യാപകരെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. 2 മാഷന്മാർ എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പിൽ വളപട്ടണം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഉണ്ടായിരുന്ന 2 കുഞ്ഞിരാമൻ മാഷുമാരെയാണ് കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. 2 കുഞ്ഞിരാമൻ മാഷും മലയാളം മാഷുമാരായിരുന്നു. ഇവർ 2 പേരും എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നില്ല. എന്നെ മലയാളം പഠിപ്പിച്ചത് ഒരു അബ്ദുൽ ലത്തീഫ് മാഷാണ്. മാഷ് വളരെ രസകരമായിരുന്നു മാഷുടെ ക്ലാസ്. മാഷുടെ മുൻനിരയിലെ 2 പല്ലുകൾ എപ്പോഴും ഇളകിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തെ കവിതയൊക്കെ ചൊല്ലുമ്പോൾ പല അക്ഷരങ്ങളും ഉച്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പല്ലുകൾ ഇളകുകയും അതിലൂടെ ഒരു കാറ്റ് പുറത്തേക്ക് വരികയും ചെയ്യുമായിരുന്നു. മറിച്ച് ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും ക്ലാസ് അധ്യാപകർ ലീവാണെങ്കിൽ, ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും കുഞ്ഞിരാമൻ മാഷ് ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിലേക്ക് വന്നിരുന്നത്. കുഞ്ഞിരാമൻ മാഷിൻ്റെ ആ വരവ് പോലും ഒരു മനോഹരമായ ചിത്രമാണ്. കാരണം എപ്പോഴും കൈയുടെ ഒരു തോളിനിടയിൽ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പുണ്ടാവും. വലത്തെ കൈയുടെ തുമ്പ് കൊണ്ട് തൻ്റെ മുണ്ടിൻ്റെ കോന്തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാവും. എപ്പോഴും തലയൽപ്പം ചെരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹം നടന്നു വരിക. വിജ്ഞാന വിനയം എന്നുള്ള വാക്ക് ഒരു മനുഷ്യനിൽ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടുള്ളത് ആദ്യം കുഞ്ഞിരാമൻ മാഷിലായിരുന്നു. അത്രമേൽ ഏത് കൊച്ചു കുട്ടിയെപ്പോലും അദ്ദേഹം നിങ്ങളെന്നായിരുന്നു സംബോധന ചെയ്യുന്നത്. കൊച്ചു കുട്ടിയെപ്പോലും നിങ്ങൾ എന്നായിരുന്നു മാഷ് വിളിച്ചിരുന്നത്. അത്രമാത്രം ഒരു വിജ്ഞാന വിനയം ഉള്ള മനുഷ്യനായിരുന്നു കുഞ്ഞിരാമൻ മാഷ്. ഈ കുഞ്ഞിരാമൻ മാഷാണ് ആദ്യമായിട്ട് ഞാനൊരു കഥ എഴുതിയപ്പോൾ അതിന് സമ്മാനം നൽകുകയും ആ കഥയിൽ ചില തിരുത്തലുകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്.
ചില വാക്കുകളുടെ അടിയിൽ പച്ച മഷി കൊണ്ട് ഒരു വര വരച്ചിട്ട് മാഷ് പറയും, അവിടെ എഴുതി വെക്കും, ഈ വാക്ക് ഇങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എഴുതി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഉപദേശ നിർദ്ദേശങ്ങൾ തരും. ഒരുപക്ഷെ എൻ്റെ എഴുത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ കുഞ്ഞിരാമൻ മാഷായിരുന്നു. അദ്ദേഹമാണ് നല്ല സാഹിത്യത്തെയും നല്ല കഥയെയും മലയാള സാഹിത്യത്തിലെ പൂർവ്വസൂരികളെയൊക്കെ ചില വളരെ കുറച്ച് ഇടനേരങ്ങളിൽ എനിക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മറക്കാത്ത വിധം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച, എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. മറ്റൊരു കുഞ്ഞിരാമൻ മാഷുള്ളത് ഞങ്ങളുടെ ലൈബ്രറിയനായിരുന്നു. അന്ന് അദ്ദേഹം ലൈബ്രറിയനായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കുട്ടികൾക്കുണ്ടായിരുന്നില്ല. അദ്ദേഹം ആകെ തൻ്റെ ലൈബ്രറി റൂമിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഉച്ചക്ക് ഊണൊക്കെ കഴിച്ചൊരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സിഗരറ്റ് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്ന ഉത്തരവാദിത്വം എനിക്കായിരുന്നു. അപ്പോൾ സ്വകാര്യമായിട്ട് മാഷ്ക്ക് സിഗരറ്റ് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും ആ മാഷ് അത് വലിച്ചു തീരുന്ന സമയത്തിനുള്ളിൽ ആ ലൈബ്രറിയിൽ കിടക്കുന്ന പുസ്തകങ്ങളിലൂടെയൊക്കെ നിരങ്ങി നീങ്ങി ആവശ്യമുള്ളതൊക്കെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ചു തന്നത് ആ കുഞ്ഞിരാമൻ മാഷായിരുന്നു. അതും ഒരുപക്ഷെ എൻ്റെ വായനയെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കാനും സംതൃപ്തിപ്പെടുത്താനും അത് എൻ്റെ ഭാവനകൾക്ക് ചിറക് വിരിക്കാനും ഒക്കെ സഹായകമായി തീർന്നിട്ടുണ്ട്.